വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ടീം ബേസ്ഡ് അപ്രോച്ചിൽ UPSCയുടെ മറ്റ് രണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഒന്ന് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, രണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ചെയ്ത പോലെ തന്നെ ഈ ഏരിയയിൽ നിന്ന് UPSC എങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ കാണും. ആ ഏരിയനെ ഫോക്കസ് ചെയ്ത് ചെറിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിളിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് UPSC ഇതിനു മുമ്പ് ചോദിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാനായി. First one, which of the following objectives is not embodied in the preamble of the Constitution of India? Liberty of thought, economic liberty, liberty of expression, liberty of belief. നമുക്ക് നോക്കാം. അടുത്തത്, makers of the Constitution of India reflected in which of the following? The mind of the makers of the Constitution of India is reflected in which of the following? അടുത്ത question, one of the implications of equality in the society is the absence of privilege, restraint, competition, ideology. അടുത്തത്, which of the following reflects most appropriate relationship between law and liberty? അടുത്ത question, in the context of polity, which of the following would you accept as a most appropriate definition of liberty? അടുത്ത, preamble of the Constitution of India, does it have a legal right or does not have a legal right? Is it a part of the Constitution or is it not a part of the Constitution? അതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഈ ചോദ്യങ്ങൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയാമ്പിളിലെ ഡയറക്റ്റ് ചോദ്യങ്ങളെക്കാൾ കൂടുതൽ അതിൽ പറയുന്ന കൺസെപ്റ്റ്സ് ക്ലിയർ ആണോ? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഇത്തരത്തിലുള്ള ഐഡിയാസിന്റെ കോർ കൺസെപ്റ്റുകൾ ക്ലിയർ ആണോ എന്നതാണ് UPSC കുറച്ചും കൂടി നമ്മളെ ചെക്ക് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി നമ്മുടെ ബേസിക് NCERTയിൽ നിന്നുള്ള മീനിങ്ങും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അത് എങ്ങനെ നമ്മൾ എക്സാമിൽ അപ്ലൈ ചെയ്യുന്നു എന്നതും അനുസരിച്ചിരിക്കും. റാദർ ദാൻ മഗ്ഗിങ് അപ്പ് ദ ഡെഫിനിഷൻ, UPSC demands us to understand what does these words really mean. എന്താണ് ഈ സബ്ജക്ട്സിലെ ഈ പറയുന്ന വേർഡുകളുടെ കൃത്യമായ അർത്ഥം, എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇന്റന്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് UPSC ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. What does the preamble of our constitution say? We the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and opportunity, and to promote among all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constitutional Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. പറ്റുമെങ്കിൽ ഇത് കാണാതെ തന്നെ പഠിക്കുക. കുറച്ച് എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രിയാമ്പിളിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഓർഡറോ ഏത് വേർഡ്സ് ആണ് ആദ്യം വരുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത് ഇന്റർണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൽ നിന്ന് നമ്മളിപ്പോൾ വായിക്കുകയാണെങ്കിൽ ഒരുപാട് സ്പെസിഫിക് വേർഡ്സുകൾ പ്രിയാമ്പിൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രസി, റിപ്പബ്ലിക്, ജസ്റ്റിസ്, അത് ഏതെല്ലാം രീതിയിലുള്ളത്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, ലിബർട്ടി, തോട്ട് എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, പിന്നെ ഫ്രട്ടേണിറ്റി. ഇതെല്ലാം കൊണ്ട് എന്താണ് എയിം ചെയ്യുന്നത്? ഫ്രട്ടേണിറ്റി അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഓരോ വേർഡ്സിനും ഓരോ സ്പെസിഫൈഡ് മീനിങ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സ് ഇന്റന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താണ് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രിയാമ്പിള് ബേസിക്കലി 4 കാര്യങ്ങളാണ് ആദ്യമേ തന്നെ നമ്മോട് സംസാരിക്കുന്നത്. ഒന്നാമത്, സോഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റി എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സോഴ്സ് ഓഫ് അതോറിറ്റി? പ്രിയാമ്പിള് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ അതോറിറ്റി ഡിറൈവ് ചെയ്യുന്നത് പീപ്പിളിൽ നിന്നാണ്. എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആ പവർ കിട്ടുന്നത് അല്ലെങ്കിൽ അതോറിറ്റി കിട്ടുന്നത്, എന്താണ് അതിന്റെ സോഴ്സ് ആയിട്ട് നിൽക്കുന്നത്? നമ്മൾ പീപ്പിൾ ആണ്, ഇന്ത്യയുടെ പീപ്പിളിൽ നിന്ന് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ അതോറിറ്റി ഡിറൈവ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ സോഴ്സ് ഓഫ് പവർ അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ആ പീപ്പിൾ തന്നെയാണ്. പിന്നെ രണ്ടാമത് പ്രിയാമ്പിൾ എന്താണ് കൺവേ ചെയ്യുന്നത്? എന്താണ് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു നേച്ചറാണ് ഇന്ത്യൻ സ്റ്റേറ്റിനുള്ളത്? Preamble declares that India shall be sovereign, socialist, secular, democratic and republic. ഏത് രീതിയിലുള്ള ഒരു ഇന്ത്യയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇന്റന്റ് ചെയ്യുന്നത് എന്നത് പ്രിയാമ്പിളിൽ
പ്രോപ്പർലി റിട്ടൺ ആണ്. ഇന്ത്യ സോവറിൻ ആയിരിക്കണം, ഇന്ത്യ സോഷ്യലിസ്റ്റ് ആയിരിക്കണം, ഇന്ത്യ സെക്കുലർ ആയിരിക്കണം, ഇന്ത്യ ഡെമോക്രാറ്റിക് ആയിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഉറപ്പാക്കുക, ലിബർട്ടി ഉറപ്പാക്കുക, ഇക്വാലിറ്റിയും ഫ്രട്ടേണിറ്റി ഉറപ്പാക്കുക. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യന്റെ ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ആയിട്ട് മാറുന്നത്. അതോടൊപ്പം തന്നെ എന്നാണ് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്? ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 26 നവംബർ 1949. ഇത്രയും കാര്യങ്ങളാണ് പ്രിയാമ്പിൾ ആസ് സച്ച് നമ്മളിലേക്ക് കൺവേ ചെയ്യുന്നത്. ഇനി നമ്മൾ ഓരോ വേർഡ്സ് എടുത്ത് പരിശോധിക്കാൻ പോവാണ്. സോവറിൻ. The word sovereign means that India is neither dependent nor dominion of any other nation. നമ്മുടെ ഹിസ്റ്ററി നമുക്കറിയാം, ബ്രിട്ടീഷ് സ്റ്റേറ്റ് നമ്മളെ കൺട്രോൾ ചെയ്യായിരുന്നു, നമ്മളവരുടെ ഒരു കോളനി ആയിരുന്നു. ഇതിൽ നിന്നും മാറിയിട്ടാണ് ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ ആയിട്ട് മാറുന്നത്. എന്നാണ് ഇന്ത്യ സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്, അന്നു മുതൽ ഇന്ത്യ ഒരു സോവറിൻ പവറാണ്. ഇന്ത്യ ആരുടെയും അടിയിലുള്ള ഒരു പവർ അല്ല. ഇന്ത്യ സ്വന്തമായിട്ട് നിലനിൽക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആണ്. അതിന്റെ മുകളിൽ ഒരു എബോവ് അതോറിറ്റി ഇല്ല. ഇന്ത്യ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് സോവറിൻ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ദ പവർ ആൻഡ് ഇറ്റ് ഹാസ് ദ അതോറിറ്റി ടു കണ്ടക്ട് ഇറ്റ്സ് ഓൺ അഫയേഴ്സ്. വേറൊരാളുടെ അനുവാദമോ വേറൊരാളുടെ സമ്മതമോ വേണ്ട നമ്മുടെ അഫയേഴ്സ് കണ്ടക്ട് ചെയ്യാൻ. ഇന്ത്യ ഇസ് എ സോവറിൻ നേഷൻ, അതായത് ഇന്ത്യ ഇസ് എ ഡിപ്പെൻഡന്റ്, ഇന്ത്യ ഇസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ എനി അതർ കൺട്രീസ് ഓർ എനി അതർ ഡൊമീനിയൻസ്. ഇന്ത്യ ഇസ് ഇൻഡിപെൻഡന്റ് ഓൺ ഇറ്റ്സ് ഓൺ. ഇനി നമ്മുടെ സെക്കൻഡ് വാക്കാണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒറിജിനൽ റിട്ടൺ വെർഷനിൽ 1949 വെർഷനിൽ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരുന്നില്ല. സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് പ്രിയാമ്പിളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 42nd അമെന്റ്മെന്റ് വഴിയാണ്. 42nd അമെന്റ്മെന്റ് ഓഫ് 1976 വഴിയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ആഡ് ചെയ്യുന്നത്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സിന്റെ ഇന്റന്റഡ് ഐഡിയയിൽ ആസ് സച്ച് ഇത് പ്രിസ്ക്രൈബ്ഡ് അല്ലെങ്കിൽ കൂടി, സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ടേം അങ്ങനെ എക്സ്പ്രസ്ലി പ്രിയാമ്പിൾ എഴുതിയിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സോഷ്യലിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വേരിയസ് പ്രൊവിഷൻ, DPSPയുടെ ആയാലും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആയാലും വേരിയസ് പ്രൊവിഷൻസ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു സോഷ്യലിസ്റ്റ് ഐഡിയ, ഈവൻ ദോ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് നമ്മുടെ പ്രിയാമ്പിൾ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് അത് ഇന്റന്റ് ചെയ്തിരുന്നു. ഇനി എത്തരത്തിലൊരു സോഷ്യലിസമാണ് ഇന്ത്യയിൽ നടപ്പാക്കുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം ആണോ? അല്ല. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം ഓർ സ്റ്റേറ്റ് സോഷ്യലിസം എന്താണ്? എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും നാഷണലൈസ് ചെയ്യാം, പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ ഇല്ലാതാവാം. ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയാം. ഇത്തരത്തിലുള്ള ഒരു സോഷ്യലിസം അല്ല ഇന്ത്യയിലെ പ്രിയാമ്പിളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലൈസേഷൻ ആണ്. ഗവൺമെന്റിന് സ്പെസിഫിക് സെക്ടറിന് മുകളിൽ കൺട്രോൾ ഉണ്ട്. യെസ്, there is, but that doesn't mean nobody has the right to own private property. There is right to property. കൃത്യമായിട്ട് നാഷണലൈസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം there is proper privatization. ഇന്ത്യയുടെ സ്വന്തമായ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലൈസേഷൻ ആണ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ് പ്രിയാമ്പിളിലെ സോഷ്യലിസം എന്ന വേർഡ് കൊണ്ട് നമ്മൾ ഇന്റന്റ് ചെയ്യുന്നത്. ഇനി അടുത്ത വേർഡ് സെക്കുലർ. സെയിം ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്കുലർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായിരുന്നില്ല. 42nd അമെന്റ്മെന്റ് വഴിയാണ് സെക്കുലർ എന്ന് പറയുന്ന വേർഡും ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് പ്രിയാമ്പിളിലേക്ക്. പക്ഷെ ഇത് അമെന്റ്മെന്റിന് ശേഷം സുപ്രീം കോടതിയിൽ കേസ് വന്നു. സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു, ഈ വേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യന്റെ ഡിസയർ ആണോ, അല്ലെങ്കിൽ ഈ വേർഡ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ? സുപ്രീം കോടതി അതിന് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സിന് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാനല്ല അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അവർ ഇന്റന്റ് ചെയ്തത് ഒരു സെക്കുലർ നേഷൻ തന്നെയായിരുന്നു. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇന്ത്യയെ സ്വപ്നം കണ്ടത് ഒരു സെക്കുലർ നേഷൻ ആയിട്ട് തന്നെയായിരുന്നു. അവരത് എക്സ്പ്രസ്ലി റിട്ടേൺ ഡൗൺ ചെയ്തില്ല. അതുകൊണ്ട് ഇന്ത്യ ഒരു സെക്കുലർ നേഷൻ അല്ലാതെ ആവുന്നില്ല. അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൾട്ടിപ്പിൾ പ്രൊവിഷൻസും സെക്കുലർ ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇന്ത്യയിലുള്ള സോഷ്യലിസം ഒരു പോസിറ്റീവ് കൺസെപ്റ്റ് ഓഫ് സോഷ്യലിസം ആണ്. അതായത് നമ്മൾ എല്ലാ റിലീജിയനെ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സ്ട്രെങ്ത്, ചില റിലീജിയന് നമ്പർ ഓഫ് ഫോളോവേഴ്സ് കൂടുതലായിരിക്കും, ചില റിലീജിയൻ നമ്പർ ഓഫ് ഫോളോവേഴ്സ് കുറവായിരിക്കും, ചിലപ്പോൾ ഒരു റിലീജിയൻ എക്കണോമിക്കലി വെൽ ഡൊമിനന്റ് ഏരിയാസിലായിരിക്കും. ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടാവും. വാട്ട് എവർ ബീറ്റ്, ഇന്ത്യയിലെ എല്ലാ റിലീജിയനെയും നമ്മൾ ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും സെയിം സ്റ്റാറ്റസും സപ്പോർട്ടും, സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് സെയിം സ്റ്റാറ്റസും സെയിം സപ്പോർട്ടും. ഫണ്ടമെന്റൽ റൈറ്റ് ഏതെങ്കിലും ഒരു റിലീജിയന് കൃത്യമായിട്ട് ഇന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ റിലീജിയനും ഇറസ്പെക്റ്റീവ് ഓഫ് ദർ സ്ട്രെങ്ത് ഓർ ദ നമ്പർ ഓഫ് ഫോളോവേഴ്സ് അവർക്ക് ആ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടായിരിക്കും.
This is what is meant by positive type of secularism, and India is following a positive type of secularism. ഇനി അടുത്തത് ഡെമോക്രാറ്റിക്. നമുക്കറിയാം ജനാധിപത്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് നമ്മൾ പറയുന്നത് ഡെമോക്രാറ്റിക്. എന്താണ് പ്രിയാമ്പിൾ ഇന്റന്റ് ചെയ്യുന്ന ഡെമോക്രാറ്റിക്? പോപ്പുലർ സോവറിനിറ്റി, ദാറ്റ് ഈസ് ദ പൊസഷൻ ഓഫ് സുപ്രീം പവർ ബൈ ദ പീപ്പിൾ. ഇന്ത്യയിലെ സുപ്രീം അതോറിറ്റി ആണ് പീപ്പിൾ ആണ് ഹോൾഡ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പിലാണ് ഇലക്ഷൻ ഉള്ളത്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ഡയറക്റ്റ് ഇലക്ഷനിൽ ജനങ്ങൾ നേരിട്ട് അവരുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ തെരഞ്ഞെടുക്കുന്നു. ഇൻഡയറക്റ്റ് ഇലക്ഷനിൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന റെപ്രസെന്റേറ്റീവ്സ് വഴിയാണ് നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയിലെ അൾട്ടിമേറ്റ് പവർ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ഡെമോക്രസിയിൽ ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങളാണ് ആരാണ് അവരുടെ ഭരണാധികാരിയായിട്ട് വരേണ്ടത്, ഏത് തരത്തിലുള്ള പോളിസീസ് ആണ് കൺട്രിയിൽ വരേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡെമോക്രസിയിൽ തീരുമാനിക്കുന്നത്. സോ ഇന്ത്യ ബൈ ദ മീൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സ് they want India to be a proper democracy where the people is having the authority and the people is having the power. ഇനി ഇന്ത്യയിലെ ഡെമോക്രസി എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രിയാമ്പിളിൽ ഡിഫൈൻ ചെയ്ത ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഐഡിയ അല്ല. പെട്ടെന്ന് ഡെമോക്രസി എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ഷൻ എന്നൊരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. പക്ഷെ ഡെമോക്രസി ആസ് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ ഈസ് മൾട്ടിപ്പിൾ ആംഗിൾസ് ആണ് അതിനുള്ളത്. ഒന്ന് പൊളിറ്റിക്കൽ ഡെമോക്രസി, രണ്ടാമത്തത് എക്കണോമിക് ഡെമോക്രസി, തേർഡ് വൺ ഈസ് സോഷ്യൽ ഡെമോക്രസി. ഇതൊരു ബോർഡർ സെൻസിലാണ്, നോട്ട് ഓൺലി പൊളിറ്റിക്കൽ ഡെമോക്രസി ബട്ട് ഓൾസോ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി. അംബേദ്കറിന്റെ വാക്കുകൾ നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ the political democracy cannot last unless there lies at a base of equality. Social democracy, what does social democracy mean? It means a way of life which recognizes liberty, equality and fraternity. The principles of liberty, equality and fraternity are not to be treated as separate items in a trinity. പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ടാവണമെങ്കിൽ അവിടെ സോഷ്യലും എക്കണോമിക്കലുമായിട്ടുള്ള ഡെമോക്രസിയും കൂടി നിലവിൽ വരണം. ഇതൊരു ഐസൊലേഷനിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇക്വാലിറ്റിയോ ലിബർട്ടിയോ ഫ്രട്ടേണിറ്റിയോ സെപ്പറേറ്റ്ലി ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ട്രിനിറ്റിയിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇഫ് ദർ നീഡ്സ് ടു ബി പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഓർ പൊളിറ്റിക്കൽ ഡെമോക്രസി, ദർ നീഡ്സ് ടു ബി സോഷ്യൽ ഡെമോക്രസി. ഇത് രണ്ടുമുണ്ടെങ്കിൽ പ്രോപ്പർലി എക്കണോമിക് ഡെമോക്രസിയും അവിടെ നിലവിൽ വേണം. ഇത് ഇൻഡിവിജ്വലി അല്ല, കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ടല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ദേ കോ എക്സിസ്റ്റ് ടുഗെദർ. ഇനി റിപ്പബ്ലിക്. എന്താണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെമോക്രസി പൊളിറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, ഒരു മൊണാർക്കായിട്ടും ഒരു റിപ്പബ്ലിക് ആയിട്ടും. മൊണാർക്കിലെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് യൂഷ്വലി ഒരു കിങ്ങോ ക്യൂനോ ആയിരിക്കും. അവരൊരു ഹെറിഡിറ്ററി സ്റ്റാറ്റസ് ആയിരിക്കും. ഇപ്പൊ ബ്രിട്ടനിൽ ഒരു കിങ് ഉണ്ട്, ഈവൻ ദോ ദർ ഇസ് എ പാർലമെന്റ്, ലെറ്റ്സ് കൺസിഡർ. അത്തരത്തില് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഒരു മൊണാർക്കായിട്ടായിരിക്കും വരിക. അവർ സക്സഷനിലായിരിക്കും വരിക. ഒരു രാജാവ് മരിച്ചു, അടുത്ത രാജ്ഞി ആരാണോ അല്ലെങ്കിൽ രാജാവ് ആരാണോ അതിനനുസരിച്ച് ഒരു സക്സഷനിലായിരിക്കും. പക്ഷെ ഇന്ത്യയുടെ കേസിലോ അങ്ങനെ ഒരു മൊണാർക്കല്ല. ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഹെഡ്. അതായത് രണ്ട് ആംഗിൾസ് ആണുള്ളത്. ഒന്ന്, ദ പൊളിറ്റിക്കൽ സോവർണിറ്റി ഇൻ ദ പീപ്പിൾ ആൻഡ് നോട്ട് ഇൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ ലൈക്ക് ദ കിങ്. ഒരു രാജാവല്ല ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സോവർണിറ്റി ഹോൾഡ് ചെയ്യുന്നത്. ആരാണ് പൊളിറ്റിക്കൽ സോവർണിറ്റി ഇന്ത്യയിൽ ഹോൾഡ് ചെയ്യുന്നത്? ജനങ്ങളാണ്. ജനങ്ങളാണ് ആരാണ് അവരുടെ ഹെഡ് എന്ന രീതിയിൽ തീരുമാനിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ അതിന്റെ സെക്കൻഡ് ആംഗിൾ എന്താ? ഇന്ത്യയിലെ പബ്ലിക് ഓഫീസുകളെല്ലാം ഓപ്പൺ ടു എവറി സിറ്റിസൺ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. അതായത് ഇന്ത്യയിലെ പ്രസിഡന്റ് ആവാം, പ്രൈം മിനിസ്റ്റർ ആവാം, മിനിസ്റ്റേഴ്സ് ആവാം, ചീഫ് മിനിസ്റ്റർ ആവാം, അത്തരത്തിലുള്ള ഏത് പോസ്റ്റും ഇന്ത്യയിലെ ഏത് സിറ്റിസണും നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഓപ്പോസിഷനുകളാണ്. ഈവൻ ദോ ദർ ആർ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻസ് നമ്മൾ മെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ആർ നോ ഡിസ്ക്രിമിനേഷൻ. നിങ്ങൾ ഈ പറയുന്ന കുടുംബത്തിൽ ജനിച്ചിരിക്കുന്ന ഒരാളായിരിക്കണം. നോ. If you are an Indian citizen and if you have qualified the prescribed qualification, you are eligible to get elected. If you secure enough vote, you are eligible to secure elected. ഇത്തരത്തില് ഇന്ത്യയിലെ ഏത് സിറ്റിസണും ആ പബ്ലിക് ഓഫീസുകൾ ഓപ്പൺ ആയിരിക്കുന്ന ഐഡിയനെയാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഡസ് ഇന്ത്യ റിപ്പബ്ലിക് മീൻസ്? എവറി സിറ്റിസൺ ഓർ എനി സിറ്റിസൺ ഹു മെറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ വിൽ ഹാവ് ദ ക്ലെയിം ഓവർ എനി പബ്ലിക് ഓഫീസേഴ്സ് if he is able to get the enough votes or if he is able to complete the specified procedure. ഇനി അടുത്തത് ജസ്റ്റിസ്.
ജസ്റ്റിസ് എന്നതുകൊണ്ട് എന്താണ് പ്രിയാമ്പിൾ ഉദ്ദേശിക്കുന്നത്? 3 ഐഡിയാസ് ആണ്, അല്ലെങ്കിൽ 3 ഡിസ്റ്റിങ് ഫോം ഓഫ് ജസ്റ്റിസ് തന്നെയാണ് പ്രിയാമ്പിൾ പറയുന്നത്. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഇനി ഏത് രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന 3 ഐഡിയാസ് എൻഷുർ ചെയ്യുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെയും വേരിയസ് ആംഗിൾസ് എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പ്രിയാമ്പിളിൽ പറയുന്ന ഈ ജസ്റ്റിസ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിലെയും BPSPയിലെയും വേരിയസ് പ്രിൻസിപ്പിളില് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ജസ്റ്റിസുകൾ ആളുകൾക്ക് ഡെലിവറബിൾ ആണ്. എങ്ങനെയാണ്? ഉദാഹരണത്തിന് നമ്മുടെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പൊളിറ്റിക്കൽ ജസ്റ്റിസ്. എല്ലാ വ്യക്തികൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, പ്ലേസ് ഓഫ് ബർത്ത്, റിലീജിയൻ എന്ത് തന്നെ ആയാലും എന്താണ്, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് 18 വയസ്സിന് മുകളിലുള്ളവർക്ക്. സോഷ്യൽ ജസ്റ്റിസ്, ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ സിറ്റിസൺ. അവരുടെ യാതൊരു ഡിസ്റ്റിങ്ഷൻസും കണക്കാക്കാതെ എല്ലാ സിറ്റിസൺസിനെയും ഈക്വലി ട്രീറ്റ് ചെയ്യുക. എക്കണോമിക് ജസ്റ്റിസ് എങ്ങനെയാണ്? ഒരു എക്കണോമിക് ക്രൈറ്റീരിയ നോക്കാതെ അവരെ ടേക്ക് കെയർ ചെയ്യുന്നു. ബേസിസ് ഓഫ് എക്കണോമിക് ഫാക്ടേഴ്സ്. ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ഓഫ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് എക്കണോമിക് ഫാക്ടേഴ്സ്. ഇത്തരത്തില് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൾട്ടിപ്പിൾ പ്രൊവിഷൻസ് എന്താണ് ഇൻഷുർ ചെയ്യുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന ജസ്റ്റിസ് ആളുകളിലേക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത പ്രിയാമ്പിളിൽ ഒരു ഐഡിയ ആണ് ലിബർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ലിബർട്ടി? ലിബർട്ടി ഈസ് ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ്. യാതൊരു തടസ്സങ്ങളില്ലാതിരിക്കുക. അറ്റ് ദ സെയിം ടൈം പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി. 2 ഐഡിയാസ് ആണ്. യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതിരിക്കുക. 2 പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി. ഇവിടെ ഇന്ത്യയിലെ സിറ്റിസൺസിന് എല്ലാവർക്കും മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ലിബർട്ടി പ്രിയാമ്പിൾ എൻഷുർ ചെയ്യുന്നത്. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മൾട്ടിപ്പിൾ പ്രൊവിഷൻസ് ഇതെല്ലാം മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സിറ്റിസൺസിന് പ്രിയാമ്പിളിൽ പറയുന്ന ഈ ലിബർട്ടിയുടെ മൾട്ടിപ്പിൾ ആംഗിൾസ് എൻഫോഴ്സിബിൾ ആയിട്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന്. ഇനി ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ് ഓർ ദ എബിലിറ്റി ഓർ ദ ഓപ്പർച്യൂണിറ്റി ഫോർ ആൻ ഇൻഡിവിജ്വൽ ടു ഡെവലപ്പ് വൺസെൽഫ് ഫുള്ളി. പക്ഷേ ഇതിന്റെ അർത്ഥം that doesn't mean he can do whatever he wants. There is absence of restraint. അല്ല, there is specific restrictions kept. പക്ഷെ ആ റെസ്ട്രിക്ഷൻസ് കീപ്പ് ചെയ്യുന്നതിൽ പോലും കൃത്യമായ കണ്ടീഷൻസും കൃത്യമായ എസെൻഷ്യൽ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം. അവർ ഫ്രീഡം എൻഡ്സ് അറ്റ് ദ ടിപ്പ് ഓഫ് അനദർ പേഴ്സൺസ് നോസ്. അപ്പൊ എന്റെ ലിബർട്ടി എന്ന് പറയുന്നത് എന്താണ്? മൈ ലിബർട്ടി ഈസ് ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻ ആൻഡ് മൈ എബിലിറ്റി ഓർ ദ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് വൺസെൽഫ് ഫുള്ളി. But that doesn't mean I can do whatever I want. There are proper limitations prescribed by the constitution itself so that the liberty of another person is also protected. And the liberty extreme ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ it will affect the liberty of another person. അതില്ലാതിരിക്കാനായിട്ട് the constitution makes sure that there are specific limitations kept and my liberty as well as the other person's liberty is also properly taken. ഇനി ഇക്വാളിറ്റി നമുക്കറിയാം. ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ്. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പോലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രിവിലേജസ് എക്സെപ്റ്റ് സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ് ഓർ സ്പെസിഫിക് കണ്ടീഷൻ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ്. അല്ലാതെ യാതൊരു വ്യക്തിക്കോ ഒരു സെക്ഷൻ ഓഫ് പീപ്പിളിനോ ഒരു തരത്തിലുള്ള സ്പെഷ്യൽ പ്രിവിലേജസും കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നില്ല. ഇന്ത്യയിലെ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരെയും ഈക്വൽ ആയിട്ടാണ്. അതിന്റെയും മൾട്ടിപ്പിൾ ആംഗിൾ ഉണ്ട്. സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്. എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോ പേഴ്സൺ ക്യാൻ ബി ഡിക്ലെയർഡ് ഇൻഎലിജിബിൾ ഫോർ ദ ഇൻക്ലൂഷൻ ഓഫ് ഇലക്ടറൽ റോൾസ്. അതോടൊപ്പം തന്നെ elections to the Lok Sabha and State Assembly has to be conducted on the basis of universal adult franchise. നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ പോവുകയാണെങ്കിൽ വുമണിന് ഇലക്ഷൻ റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സ്ലേവ്സിന് അവരുടേതായ റൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള എല്ലാ കണ്ടീഷൻസുകളെയും എടുത്തു കളഞ്ഞ് എല്ലാ വ്യക്തികൾക്കും യാതൊരു സ്പെഷ്യൽ പ്രിവിലേജസും ഇല്ലാതെ എല്ലാ വ്യക്തികളും ഈക്വൽ ആണെന്നും എല്ലാ വ്യക്തികൾക്കും പ്രോപ്പർ ആൻഡ് ഈക്വൽ റൈറ്റ്സ് ഉണ്ടെന്നും പറയുന്നതാണ് നമ്മുടെ പ്രിയാമ്പിളിലെ ഈക്വാലിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഫ്രട്ടേണിറ്റി, ഒരു കോമൺ ബ്രദർഹുഡ് ഉണ്ടാക്കുക, ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ് ഉണ്ടാവുക. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഇത്തരത്തിലുള്ള ബ്രദർഹുഡിനെ എൻഷുർ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. എങ്ങനെയാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ബ്രദർഹുഡിനെ എൻഷുർ ചെയ്യുക? ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ സിറ്റിസൺസ് ആണ് നമ്മൾ എല്ലാവരും. ഈവൻ ദോ ദർ മേ ബി മൾട്ടിപ്പിൾ ഡിഫറൻസസ്,
our concept of fraternity or the concept of single citizenship is an extension of the idea of the fraternity that is mentioned in the preamble. എല്ലാവരും ഇന്ത്യ എന്ന് പറയുന്ന സിംഗിൾ കൺട്രിയുടെ സിറ്റിസൺസ് ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് എന്ത്? ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ് ഓൾ പീപ്പിൾ ഇൻ ഇന്ത്യ, ട്രാൻസെൻഡിങ് റിലിജൻ, ലിംഗ്വിസ്റ്റിക്, റീജിയണൽ ആൻഡ് സെക്ഷണൽ ഡൈവേഴ്സിറ്റി. ഇത്തരത്തിലുള്ള ഒരു ഫ്രട്ടേണിറ്റിയിലൂടെ ഒരു കോമൺ ബ്രദർഹുഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഷ്വർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്: dignity of the individual, unity and integrity of the nation. ഇവിടെ പറയുന്ന ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ടേമും നമ്മളുടെ 42nd അമെൻമെന്റ് വഴിയാണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തത്. അപ്പൊ 42nd അമെൻമെന്റ് വഴി നമ്മൾ 3 വാക്കുകളാണ് പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തത്: സോഷ്യലിസ്റ്റ്, സെക്കുലർ ആസ് വെൽ ആസ് ഇന്റഗ്രിറ്റി. ഇനി പ്രിയാമ്പിൾ ബാക്കി പാർട്ടുകളെ പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഭാഗമാണോ അല്ലയോ? ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്റെ ശേഷം സുപ്രീം കോടതിയിൽ മൾട്ടിപ്പിൾ കേസസിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ബാക്കി അതേ പാർട്ടുകളുടെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അതേ സെയിം സ്റ്റാറ്റസ് ആണോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വന്നു. ഫസ്റ്റ് അങ്ങനത്തെ ഒരു കേസിൽ, ബെർബാരി യൂണിയൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, general purpose behind several provisions in the constitution is thus a key to the mind of the constitution makers. Further, were terms used in any article ambiguous or incapable of more than one meaning, some assistance in the interpretation may be taken from the objectives enshrined in the preamble. ഏതെങ്കിലും രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതെങ്കിലും ഒരു സെക്ഷനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യുന്നതിൽ ഒരു മൾട്ടിപ്പിൾ മീനിങ് ഉണ്ടാവുകയാണെങ്കിൽ, ഒന്നിലധികം മീനിങ് നിങ്ങളുടെ ഡെഫിനേഷനിൽ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയാസിന്റെ അസിസ്റ്റൻസ് എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിന്റെ ഐഡിയ നിങ്ങളുടെ ഏത് ഡെഫിനേഷനിലാണ് എൻഷുർ ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങളുടെ ഡെഫിനേഷൻ എടുക്കാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ആ കേസിൽ സുപ്രീം കോടതിയുടെ ഫൈനൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുപ്രീം കോടതി പറഞ്ഞത് പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ബെർബാരി യൂണിയൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്, ഈവൻ ദോ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡെഫിനേഷൻസ് ഒരു സെക്ഷന് പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്റെ ഐഡിയ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പ്രിയാമ്പിളിന്റെ ഏത് ഐഡിയനോട് ചേർന്ന് പോകുന്ന ഡെഫിനേഷൻ ആണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ ഏത് എക്സ്പ്ലനേഷൻ ആണ് ഉള്ളത്, അത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ബട്ട് സ്റ്റിൽ പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ബെർബാരി യൂണിയൻ കേസിൽ പറഞ്ഞത്. പക്ഷേ പിന്നീട് കേശവാനന്ദ ഭാരതി കേസിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതി അതിന്റെ ഏർലിയർ സ്റ്റാൻഡിനെ റിവേഴ്സ് ചെയ്തിട്ട് പറഞ്ഞു, പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണ് പ്രിയാമ്പിൾ. അതോടൊപ്പം തന്നെ ഇറ്റ് ഒബ്സർവ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് ഓഫ് എക്സ്ട്രീം ഇമ്പോർട്ടൻസ് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി റെഡ് ആൻഡ് ഇന്റർപ്രറ്റഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഗ്രാൻഡ് നോബിൾ വിഷൻ എക്സ്റ്റെൻഡ് ഇൻ ദ പ്രിയാമ്പിൾ. കോൺസ്റ്റിറ്റ്യൂഷൻ റീഡ് ചെയ്യേണ്ടത് ഒരു ഐസൊലേറ്റഡ് ഡോക്യുമെന്റ് ആയിട്ടല്ല. പ്രിയാമ്പിളിൽ പറയുന്ന ആ വിഷൻ ഉണ്ടല്ലോ, ഒരു ഗ്രാൻഡ് വിഷൻ, ഒരു സോഷ്യലിസ്റ്റ്, സെക്കുലർ അല്ലെങ്കിൽ സോവറിൻ ആയിട്ടുള്ള ഒരു കൺട്രി, ഇത്തരത്തിലുള്ള ഈ ഒരു വിഷന്റെ ഐഡിയയിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്കി എല്ലാ പ്രൊവിഷൻസും വായിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ടാണ്. നേരത്തെ ബെർബാരി യൂണിയൻ കേസിൽ പറഞ്ഞിരുന്ന സ്റ്റാൻഡിനെ കേശവാനന്ദ ഭാരതിയിൽ റിവേഴ്സ് ചെയ്തിട്ട് പറഞ്ഞു, പ്രിയാമ്പിൾ is an integral part of the constitution. ഇനി 1995 LLC ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി അഗെയിൻ ഇതേ സ്റ്റാൻഡ് റിപ്പീറ്റ് ചെയ്തു, പ്രിയാമ്പിൾ is an integral part of our constitution. Like any other part, പ്രിയാമ്പിളും കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി തന്നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്കി എല്ലാ പാർട്സും അവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണ്. എന്തായിരുന്നു അതിന്റെ പുറകിലുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the question is that the preamble stands a part of the constitution. The motion was then adopted. Hence the current opinion of the Supreme Court is that preamble is a part of the constitution in consonance with the opinion of the founding fathers of our constitution. അപ്പൊ നമ്മുടെ preamble എന്ന് പറയുന്നത് രണ്ട് ഐഡിയാസ് ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. It is a part of the constitution and it was declared by the Supreme Court in the Keshavananda Bharati case. രണ്ട് കാര്യങ്ങളാണ് അവിടെ വരിക. The preamble is neither a source of power to legislature nor a prohibition upon the powers of the legislature. നമ്മൾ പറയാറുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ആക്ട് ആസ് എ ഹിൻഡ്രൻസ് ടു ദ ലെജിസ്ലേറ്റീവ് പ്രോസസ്. ഇപ്പൊ പാർട്ട് 3 പറയുന്ന ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റുകളെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വയലേറ്റ് ചെയ്യുന്ന ലോ നമ്മൾ ഇൻവാലിഡ് ആക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രൊഹിബിഷൻ
പ്രിയാമ്പിള് നടത്തുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രൊഹിബിഷൻ പ്രിയാമ്പിള് ലെജിസ്ലേച്ചറിന്റെ മുകളിൽ ഏൽപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പ്രിയാമ്പിൾ എന്താണ്, ഒരു സോഴ്സുമല്ല, ലെജിസ്ലേച്ചറിന്റെ ഒരു സോഴ്സ് ഓഫ് പവറുമല്ല പ്രിയാമ്പിൾ. അറ്റ് ദ സെയിം ടൈം അതൊരു റെസ്ട്രിക്ഷനും കീപ്പ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ജസ്റ്റിഫയബിൾ. That is, these provisions are not enforceable in the court of the law. നമുക്ക് എന്റെ ഫ്രട്ടേണിറ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ഫ്രട്ടേണിറ്റി നിങ്ങൾ എൻഷുർ ചെയ്യുന്നില്ല, അത് ജസ്റ്റിഫയബിൾ ആക്കണം എന്ന് പറഞ്ഞൊരു കോർട്ട് ഓഫ് ലോനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതേസമയം ഇതിനെ ഫ്രട്ടേണിറ്റീനെ അല്ലെങ്കിൽ നമ്മുടെ ഇക്വാളിറ്റീനെ എൻഷുർ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ടാവും, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ ടു ദ കോർട്ട്. പക്ഷെ പ്രിയാമ്പിളിൽ പറയുന്ന ഏതെങ്കിലും ഒരു പ്രൊവിഷനെ നിങ്ങൾ ജസ്റ്റിഫയബിൾ ആക്കാനായിട്ട് നിങ്ങൾക്ക് കോർട്ട് ഓഫ് ലോയുടെ മുന്നിലേക്ക് പോകാനായിട്ട് പറ്റില്ല. ഇനി ഈ ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, which of the following objectives is not embodied in the preamble of our constitution? എന്തായിരുന്നു മൾട്ടിപ്പിൾ ലിബർട്ടീസിനെ കുറിച്ച് പറയുന്നത്? ലിബർട്ടി ഓഫ് തോട്ട്, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, ലിബർട്ടി ഓഫ് ഫെയ്ത്ത് ആൻഡ് എക്സ്പ്രഷൻ ആണ് പറയുന്നത്. എക്കണോമിക് ലിബർട്ടി എന്ന് പറയുന്ന ഒരു ഐഡിയ അവിടെ ഇല്ല. അപ്പൊ 4 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ലിബർട്ടി ഓഫ് തോട്ട്, എക്കണോമിക് ലിബർട്ടി, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, ലിബർട്ടി ഓഫ് ബിലീഫ്. അതിലെ എക്കണോമിക് ലിബർട്ടി ഇല്ല, ലിബർട്ടി ഓഫ് തോട്ട് ഉണ്ട്, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, ലിബർട്ടി ഓഫ് ബിലീഫ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സിന്റെ മൈൻഡ് എവിടെയാണ് റിഫ്ലക്ട് ആവുന്നതെന്നാണ്. നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് നോക്കിയല്ലേ, പ്രിയാമ്പിളിലാണ് എന്ത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സിന്റെ മൈൻഡ് മൾട്ടിപ്പിൾ ടൈംസ് അവർ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഷാൽ ബി സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. നമ്മുടെ ആളുകൾക്ക് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ജസ്റ്റിസ് ഉണ്ടാവണം, ലിബർട്ടി ഉണ്ടാവണം, ഇക്വാളിറ്റി ഉണ്ടാവണം, ഫ്രട്ടേണിറ്റി ഉണ്ടാവണം. ഇത്തരത്തിലുള്ള ഒരു ഐഡിയ, ഇത്തരത്തിലുള്ള ഒരു വിഷൻ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയാമ്പിളിലാണ്. അടുത്തത്, വൺ ഓഫ് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇക്വാളിറ്റി ഇൻ ദ സൊസൈറ്റി ഇസ് ദ ആബ്സെൻസ് ഓഫ് എന്താണ്? പ്രിവിലേജസ്, റീസ്ട്രെയിൻസ്, കോമ്പറ്റീഷൻ, ഐഡിയോളജി. എന്താണ് ഈക്വാളിറ്റി ഉണ്ടാവുക? ഈക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ എന്താണ്? അവിടെ പ്രിവിലേജസ് ഉണ്ടാവരുത്. ഒരു വ്യക്തിക്ക് മാത്രം പ്രിവിലേജസ് ഉണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ ഇക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പൊ ആ സൊസൈറ്റിയിൽ ഇക്വാളിറ്റി വേണമെങ്കിൽ എന്തായിരിക്കണം അവിടെ ആബ്സെന്റ്? പ്രിവിലേജസ് അവിടെ ഉണ്ടാവാനായിട്ട് പാടില്ല. പ്രിവിലേജസ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റിയിൽ ഒരു സ്പെസിഫിക് ആളുകൾക്ക് അവിടെ പ്രിവിലേജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ ഇക്വാളിറ്റി ഇല്ലാതാവില്ല. റെസ്ട്രെയിൻസും കോമ്പറ്റീഷനും ഐഡിയോളജീസും ഉള്ളത് കൊണ്ട് ഇക്വാളിറ്റി ഇല്ലാതാവുന്നില്ല. അതെല്ലാം ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവും. പക്ഷെ പ്രിവിലേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ ഒരു സ്പെസിഫിക് സെക്ഷന് മാത്രമായിട്ട് അൺഫെയർ അഡ്വാൻറ്റേജസ് ഉണ്ട്, അവിടെ ഇക്വാളിറ്റി ആബ്സെന്റ് ആണ്. ഇനി അടുത്തത്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോ ആൻഡ് ലിബർട്ടി. First one, if there are more laws, there is less liberty. Second one, if there are no laws, there is no liberty. Third one, if there is liberty, law have to be made by the people. Fourth one, if laws are changed too often, liberty is in danger. ഏതാണ് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് വരിക? ഫസ്റ്റ് വൺ, ഇഫ് ദർ ആർ മോർ ലോസ് ദർ ഇസ് ലെസ് ലിബർട്ടി. അങ്ങനെ ഒരു ഡെഫിനിറ്റ് കോറിലേഷൻ ഉണ്ടാവണം എന്നുണ്ടോ? ഇപ്പൊ ഇന്ത്യയുടെ സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. നമുക്ക് എന്താണ്, ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ലോസ് ഉണ്ട്. ഓരോ സ്പെസിഫിക് മാറ്ററിനെയും ഗവേൺ ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ലോസ് ഉണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അത് പോരാതെ സിവിൽ നിയമങ്ങളുണ്ട്, ക്രിമിനൽ നിയമങ്ങളുണ്ട്, മൾട്ടിപ്പിൾ ഓഫ് ലോസ് ഉണ്ട്. അതിന്റെ അർത്ഥം നമുക്ക് ലിബർട്ടി ഇല്ല എന്നാണോ, അല്ലെങ്കിൽ കുറവ് ലിബർട്ടി എന്നാണോ? ലോകത്തെ ഏറ്റവും അധികം ലിബർട്ടി എൻജോയ് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നല്ല ഇന്ത്യ. അപ്പൊ ഡസ് ദാറ്റ് മീൻ ഇഫ് ദർ ആർ മോർ ലോസ് ദർ ഇസ് ലെസ് ലിബർട്ടി? അത്തരത്തിലുള്ള ഒരു ഐഡിയ കൺവേ ചെയ്യണം എന്നില്ലല്ലോ. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് ദർ ഇസ് ലിബർട്ടി ലോ ഹാവ് ടു ബി മേഡ് ബൈ ദ പീപ്പിൾ. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റുമോ? ലിബർട്ടി എൻഷുർ ചെയ്യുന്ന ഒരു ലോ ആരുണ്ടാക്കിയാലും പോരെ. If liberty is ensured by law, that may be made by either people or by any other person. ആരെങ്കിലും ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആണ്, അത് സിംഗിൾ ഇൻഡിവിജ്വൽ ആണ് ആ ലോ മേക്ക് ചെയ്യുന്നതെങ്കിൽ പോലും അദ്ദേഹം ലിബർട്ടി എൻഷുർ ചെയ്യുന്ന ലോസ് ആണ് അവിടെ ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ നിയമ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്തോ റീജിയണിലോ ലിബർട്ടി ഉണ്ടാവും. സോ ദ തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് ദർ ഈസ് ലിബർട്ടി ലോ ഹാവ് ടു ബി മെയ്ഡ് ബൈ ദ പീപ്പിൾ, മേ നോട്ട് ബി കറക്റ്റ്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇഫ് ലോസ് ആർ ചേഞ്ച് ടു ഓഫൺ, ലിബർട്ടി ഈസ് ഇൻ ഡേഞ്ചർ. അതും നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഇന്ത്യയുടെ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മൾ 106th അമെന്റ്മെന്റ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി നമ്മൾ പറയുന്ന എല്ലാ ലോസിലും നമ്മൾ മൾട്ടിപ്പിൾ അമെന്റ്മെന്റ്സ് നടത്തി. അപ്പൊ അതുകൊണ്ട് നമ്മളെ ലിബർട്ടി ഡേഞ്ചറിലാന്ന് പറയാൻ പറ്റുമോ? There may be laws have to be updated
according to the time. അല്ലെങ്കിൽ ലോസിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇഫ് ദ ലോസ് ചേഞ്ച് ടു ഓഫൺ ദാറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ liberty is in danger. ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ്? ഇഫ് ദർ ആർ നോ ലോസ് ദർ ഇസ് നോ ലിബർട്ടി. നിയമങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ എന്തു പറ്റും? ഒരു വൺസെൽ ഫുള്ളി അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? ആരാണ് അവിടെ മൈറ്റി പവർഫുൾ ആയിട്ടിരിക്കുക, അദ്ദേഹം അതെല്ലാം ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു മൈ ലിബർട്ടി എൻഡ്സ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ നോസ് ഓഫ് ദ അനദർ പേഴ്സൺ. Why does I say so? Law makes sure that if I crosses a certain limit, or the law makes sure that there are certain limitations are put so that every people can enjoy their liberty. ഇത്തരത്തിൽ ഒരു റെസ്ട്രിക്ഷനേ ഇല്ലാതായി കഴിഞ്ഞാലോ then the situation will worsen so that nobody will have the liberty. No person will have the liberty. So if there are no laws, then there is no liberty. So the second statement is the correct one. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡെഫിനിഷൻ ഓഫ് ലിബർട്ടി. ഞാനിപ്പോ എന്താണ് പറഞ്ഞത്? ദ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് വൺ സെൽഫ് ഫുള്ളി. ഒരു വ്യക്തിക്ക് അവന്റെ എല്ലാ കഴിവുകളും യൂസ് ചെയ്ത് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിനെയാണ് എന്ത് നമ്മൾ പറയാ? ലിബർട്ടി എന്ന് പറയാം. സോ ദ ലിബർട്ടി ഇസ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് എ വൺ പേഴ്സൺ ടു ഡെവലപ്പ് വൺ സെൽഫ് ഫുള്ളി. ഇനി അടുത്തത്, preamble of our constitution is a part of the constitution but has no legal effect, not a part of a constitution and has no legal effect. Third one, part of the constitution and has same legal principle as that of any other part of the constitution but has no legal effect independent of other parts. നമ്മൾ എന്താണ് പറഞ്ഞത്? ബർബാരി യൂണിയൻ കേസ്, കേശവാനന്ദ ഭാരതി കേസ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലേ. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി എടുത്ത സ്റ്റാൻഡ് എന്താണ്? പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റിയില്ലേ? ഫസ്റ്റും തേർഡും ഫോർത്തും നിൽക്കാം. ഇനി എന്താണ് പ്രിയാമ്പിളിന്റെ പ്രത്യേകത? അതിന് ഒറ്റയ്ക്ക് നിലനിൽക്കാനായിട്ട് പറ്റില്ല. ഇറ്റ് ഹാസ് നോ ലീഗൽ എഫക്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ദ അതർ പാർട്സ്. പ്രിയാമ്പിൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ബാക്കി കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്കി എല്ലാ പാർട്സിനോടും ചേർന്ന് തന്നെയാണ് നമ്മുടെ പ്രിയാമ്പിൾ നിൽക്കുന്നത്. സോ ദ പ്രിയാമ്പിൾ ഇസ് എ പാർട്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ലീഗൽ റൈറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അവർ പാർട്സ്. മേക്ക് ഷുവർ ദാറ്റ് ദ പ്രിയാമ്പിൾ stands along with the other part of our constitution. സോ നമ്മൾ പ്രിയാമ്പിളുടെ മൾട്ടിപ്പിൾ ആംഗിൾസ് കണ്ടു, അതിന്റെ വേരിയസ് എക്സ്പ്ലനേഷൻസ് കണ്ടു. ഇതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ടോപ്പിക്സും ഏത് തീമിനാണ് ഉദ്ദേശിക്കുന്നത്, ലിബർട്ടി എന്നതുകൊണ്ട് എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം ചിലപ്പോൾ UPSC എക്സാമിന് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഇതുവരെ ഫെമിലിയർ ആവാത്തായിരിക്കും, പക്ഷെ നമ്മുടെ കയ്യിൽ ലിബർട്ടി എന്ന് പറയുന്ന ഐഡിയ ഉണ്ടാവും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്സ് ഓരോന്നും വായിച്ചു നോക്കുക. അങ്ങനെയാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റുകളെ കുറിച്ചാണ്. ഫണ്ടമെന്റൽ റൈറ്റുകളുടെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനപ്പോൾ അതിലേക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലെങ്തിയസ്റ്റ് ചാപ്റ്റർ ആണ്. പക്ഷേ ഇതിൽ നിന്ന് UPSC ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ച് സ്പെസിഫിക് പാറ്റേൺ ആണ്. നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എൻവിസേജ്ഡ് by the rights against exploitation in the constitution of India? 4 റൈറ്റുകളാണ്, അതിന്റെ വേരിയസ് കോമ്പിനേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത് റൈറ്റ് ടു പ്രൈവസി. റൈറ്റ് ടു പ്രൈവസി UPSCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക് ആണ്. അത് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അത് ഏത് ആർട്ടിക്കിളിന്റെ അടിയിലാണ് പറയുന്നത്? 14 ആണോ, 17 ആണോ, 21 ആണോ, 24 ആണോ? ഇനി അടുത്തത് റൈറ്റ് ടു മാരി. കല്യാണം കഴിക്കാനുള്ള അവകാശം ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്? റൈറ്റ് ടു മാരി ദ പേഴ്സൺസ് ഓഫ് വൺസ് ചോയ്സ് ഏത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ അടിയിലാണ് വരുന്നത്? Again, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി ഏത് കാറ്റഗറി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ അടിയിലാണ്? അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ റൈറ്റ് ടു പ്രൈവസി. അടുത്തത് റൈറ്റ് ടു പ്രൈവസി ഏത് ആർട്ടിക്കിളിന്റെ അടിയിലാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഏരിയയിൽ നിന്ന് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആർട്ടിക്കിൾ ഏത് കാറ്റഗറിയിലാണ്, അല്ലെങ്കിൽ ആ കാറ്റഗറിയുടെ അത് ഏതൊക്കെ സ്പെസിഫിക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് വരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റുകളുടെ ആപ്ലിക്കേഷൻ എന്താണ്? ഇതാണ് UPSC ഏറ്റവും അധികം ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 21 പഠിക്കും, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. പക്ഷെ UPSC അതിനെ ചോദിക്കുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ ഏതെല്ലാം രീതിയിലാണ്. ഇന്ത്യയിലെ വേരിയസ് സുപ്രീം കോർട്ടുകളായിരിക്കാം, വേരിയസ് ഹൈക്കോർട്ടുകളായിരിക്കാം, എങ്ങനെയാണ് ഈ പറയുന്ന റൈറ്റിനെ നമ്മുടെ കോമൺ ലൈഫിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതിന്റെ വേരിയസ് ആപ്ലിക്കേഷൻസ് ആണ് ചോദിക്കുക. ആസ് ആൻ ഇൻട്രൊഡക്ഷൻ,
എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത്. റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 to 18, റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 to 22, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 and 24, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 to 28, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആർട്ടിക്കിൾ 29 and 30, ആൻഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബേസിക്കലി ഓരോ ആർട്ടിക്കിൾസിനെ എടുക്കാണ്. ഭയങ്കര ലെങ്തി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അല്ല. എന്താണ് ആർട്ടിക്കിൾ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും സ്പെസിഫിക് പോയിന്റ് UPSC റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആ ആർട്ടിക്കിളിൽ നിന്ന് കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എന്തെങ്കിലും കിട്ടാനുണ്ടോ, ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ പോയിന്റ്, എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും സിറ്റിസൺസിന് മാത്രമായിട്ടുള്ളതല്ല. ചിലത് സിറ്റിസൺസിനും ആസ് വെൽ ആസ് ഫോറിനേഴ്സിനും അവൈലബിൾ ആണ്. ഏതെല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് സിറ്റിസൺസിന് മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്? ആർട്ടിക്കിൾ 15, 16, 19, 29 and 30. 5 ഫണ്ടമെന്റൽ റൈറ്റുകൾ സിറ്റിസൺസിന് മാത്രമായിട്ടുള്ളതാണ്. ഏതെല്ലാമാണ്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, ക്ലാസ്, caste, sex or place of birth, article 15. Equality of opportunity in the matters of public employment, article 16. ആർട്ടിക്കിൾ 19 അടിയിൽ പറയുന്ന 6 റൈറ്റ് ഓഫ് റിഗാർഡിംഗ് ദ ഫ്രീഡംസ്. അടുത്തത് ആർട്ടിക്കിൾ 29 അടിയിലുള്ള പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസ്. ആർട്ടിക്കിൾ 30 അടിയിലുള്ള റൈറ്റ് ഓഫ് മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് and administers educational institution. These fundamental rights are available only to the citizen and not to the foreigners. ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും are available to both citizens as well as the foreigners. ഇനി റൈറ്റ് ടു ഈക്വാലിറ്റി ആർട്ടിക്കിൾ 14 to 18. ഏതെല്ലാമാണ് ആർട്ടിക്കിൾ 14 to 18? ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ആർട്ടിക്കിൾ 14. Prohibition of discrimination on the ground of religion, race, caste, sex or place of birth, article 15. Equality of opportunity in matters of public employment, article 16. Abolition of untouchability, important, article 17. Abolition of title, article 18. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 19 to 22. 6 ഫ്രീഡംസ് ആണ് ആർട്ടിക്കിൾ 19 അടിയിൽ. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, റെസിഡൻസ്, പ്രൊഫഷൻ. ഇത്തരത്തിലുള്ള 6 റൈറ്റുകളെയാണ് നിങ്ങളുടെ ആർട്ടിക്കിൾ 19 അടിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. 20 എന്താണ്? പ്രൊട്ടക്ഷൻ ഇൻ ദ കേസ് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസ്. 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. 21A എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു എലിമെന്ററി എഡ്യൂക്കേഷൻ. 22 അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. നമ്മൾ ഓരോ ആർട്ടിക്കിൾസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. ആർട്ടിക്കിൾ 23 and 24 അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, എന്താണ്? ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അതുപോലെ 24 പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ. 25 to 28 റൈറ്റ് ടു റിലീജിയൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ. എന്തെല്ലാമാണ്? ഫ്രീഡം ഓഫ് കോൺസയൻസസ്, ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 26 റൈറ്റ് ടു ഫ്രീഡം ഓഫ് ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. 27 the freedom from payment of taxes for promotion of any religion. 28 freedom from attending religious institutions or worship in certain educational institution. അടുത്തത് ആർട്ടിക്കിൾ 29 and 30 എന്നാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. നിങ്ങളുടെ ലാംഗ്വേജോ സ്ക്രിപ്റ്റോ മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റും. 30 റൈറ്റ് ഓഫ് മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 32 എന്താണ്? ഈ പറയുന്ന ഏതെങ്കിലും റൈറ്റുകളെ, നിങ്ങളുടെ ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റുകളെ നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 32 അടിയിൽ നിങ്ങൾക്ക് സുപ്രീം കോർട്ടിലേക്ക് പോകാനായിട്ട് പറ്റും. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32. നമുക്ക് ഇനി ഓരോ ആർട്ടിക്കിളിനെയും നമുക്ക് എടുത്തു നോക്കാം. ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതായത് ഒരു വ്യക്തി സിറ്റിസൺ ആയിക്കോട്ടെ ഫോറിനർ ആയിക്കോട്ടെ, നിയമത്തിന്റെ മുന്നിൽ ഇന്ത്യയിൽ ആ വ്യക്തി ഈക്വൽ ആയിട്ടായിരിക്കണം ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക. should be treated as equal before law and there should be equal protection of law for that person. ആർട്ടിക്കിൾ 14 അടിയിൽ ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനെയും, ഈവൺ ഇഫ് ഇറ്റ്സ് ഫോറിനർ ഓർ ഇഫ് ഇറ്റ് ഇസ് എ സിറ്റിസൺ, ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിയാമ്പിളിലെ ഈക്വാലിറ്റി ഈ ഐഡിയ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നതല്ലേ. സോ ദ ഐഡിയ ഓഫ് ഈക്വാലിറ്റി വിച്ച് ഇസ് മെൻഷൻ ഇൻ ദ പ്രിയാമ്പിൾ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ആർട്ടിക്കിൾ 14 ഓൾസോ. എന്താണ് ആർട്ടിക്കിൾ 15 പറയുന്നത്? സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ഇവിടെ വരുമ്പോൾ അതെന്താണ്? സിറ്റിസൺസ് എന്നായി. നേരത്തെ സിറ്റിസൺസിന് ഫോറിനേഴ്സിനുണ്ട്. 15 എന്താണ്? സിറ്റിസൺസിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ് ആണ്. എന്താണ് പറയുന്നത്?
സ്റ്റേറ്റ് ഒരു വ്യക്തിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ചില സ്പെസിഫിക് ഗ്രൗണ്ടുകളുണ്ട്, റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ഇനി ആർട്ടിക്കിൾ 16 എന്താണ് പറയുന്നത്? ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സിറ്റിസൺസ് ഇൻ എംപ്ലോയ്മെന്റ് ഓർ അപ്പോയിന്റ്മെന്റ് ടു എനി ഓഫീസ് അണ്ടർ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് നടത്തുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് അപ്പോയിന്റ്മെന്റ് നടത്തുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവീസിലേക്ക് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഒരു കേസിലെയും ഒരു സിറ്റിസണെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ അവിടെ നടത്താനായിട്ട് പാടില്ല. ഏതെല്ലാമാണ് അതിന്റെ കണ്ടീഷൻ? റീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, ഡിസെന്റ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് ഓർ റെസിഡൻസ്. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. വേണമെങ്കിൽ പാർലമെന്റിന്, നോട്ട് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, പാർലമെന്റിന് ബൈ ലോ റെസിഡൻസ് എംപ്ലോയ്മെന്റിന്റെ ഒരു കണ്ടീഷൻ ആയിട്ട് വെക്കാനായിട്ട് പറ്റും. ദിസ് ഇസ് ആൻ എക്സെപ്ഷൻ ടു ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16ന്റെ അടിയിൽ ഈവൻ ദോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് there should not be any discrimination, it also says that the parliament by law can make residence as a condition for certain employment. ഇതിന്റെ പവർ റിസൈഡ് ചെയ്യുന്നത് പാർലമെന്റിന്റെ അടിയിലാണ്. ഇനി ഞാൻ ആർട്ടിക്കിൾ 15ന്റെ അടിയിൽ സ്റ്റേറ്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ the state cannot take action for the protection of the economic and socially weaker. അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സ്റ്റേറ്റിന് പറ്റും. അത് ഡിസ്ക്രിമിനേഷൻ അല്ല. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യലി വീക്കർ സെക്ഷൻ ആയിരിക്കാം, ചിൽഡ്രൻ ആയിരിക്കാം, വുമൺ ആയിരിക്കാം. അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി സ്റ്റേറ്റ് എടുക്കുന്ന ആക്ഷൻ ഡിസ്ക്രിമിനേഷൻ അല്ല ആർട്ടിക്കിൾ 15ന്റെ അടിയിൽ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഇസ് ആൻ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ. എന്താണ് പറയുന്നത്? ആൻഡ് ഫോർബിഡ്സ് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഇൻ എനി ഫോം. ഏത് രീതിയിലുള്ളതായിക്കോട്ടെ, അൺടച്ചബിലിറ്റി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ അടിയിലെ ആർട്ടിക്കിൾ 17 കൃത്യമായിട്ട് നമ്മൾ അതിനെ ആ പ്രാക്ടീസസിനെ ഫോർബിഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആർട്ടിക്കിൾ 18 എന്താണ് പറയുന്നത്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. നമ്മുടെ പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്ത്യ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഹെറിഡിറ്ററി ടൈറ്റിൽസ് ഉണ്ടായി. രാജ, മഹാരാജ, ദിവാൻ, ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ഹെറിഡിറ്ററി റൈറ്റുകൾ ഉണ്ടായി. ഇത്തരത്തിലുള്ള ഹെറിഡിറ്ററി റൈറ്റുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു സ്പെസിഫിക് ക്ലാസ് ഓഫ് സിറ്റിസൺ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ക്ലാസ്സിന് മാത്രം കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രിവിലേജസ് അവിടെ ഉണ്ടാവുന്നു. അതിനെ കംപ്ലീറ്റ്ലി ആർട്ടിക്കിൾ 18 ഇല്ലാതാക്കിയാണ്. ഓൺലി അക്കാഡമിക് ആസ് വെൽ ആസ് മിലിറ്ററി ഡിസ്റ്റിങ്ഷൻ, അതിനുള്ള ടൈറ്റിൽസ് മാത്രമേ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റൂ. ഈവൻ ആസ് ഇറ്റ് എ സിറ്റിസൺ ഓർ എ ഫോറിനർ ഇഫ് ഈസ് വർക്കിംഗ് ഫോർ ഇന്ത്യ, such persons cannot hold any title. ഇവിടെ ഒരു ചോദ്യം വരും, നമ്മളുടെ പത്മശ്രീ അല്ലെങ്കിൽ പത്മഭൂഷൺ, ഭാരതരത്ന ഇത്തരത്തിലുള്ള അവാർഡുകൾ ടൈറ്റിലുകളാണോ എന്നത്. ബജാജി രാഘവൻ കേസ് 1995 സുപ്രീം കോടതി പറഞ്ഞത് ഇത്തരത്തിലുള്ളതെല്ലാം സ്റ്റേറ്റ് ആ വ്യക്തിക്ക് കൊടുക്കുന്നതാണ്. ആ ടൈറ്റിലുകൾ ഒന്നും തന്നെ ആർട്ടിക്കിൾ 18ന്റെ അടിയിലുള്ള ടൈറ്റിലിന്റെ അണ്ടറിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിലുകൾ ഒന്നും അബോളിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. This title does not come under the meaning constituted under the Article 18. അതുകൊണ്ട് തന്നെ ഭാരതരത്ന, പത്മഭൂഷൺ, പത്മശ്രീ ഇത്തരത്തിലുള്ള ടൈറ്റിലുകൾ ഒന്നും തന്നെ ഇതുവരെ എടുത്ത് കളഞ്ഞിട്ടില്ല. ഇനി അടുത്ത ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 നിങ്ങൾക്ക് എന്താണ് എൻഷുർ ചെയ്യുന്നത്? 6 റൈറ്റുകളാണ് ഇന്ത്യയിലെ സിറ്റിസൺസിനെ എൻഷുർ ചെയ്യുന്നത്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, റൈറ്റ് ടു ഫോം ആൻ അസോസിയേറ്റ് ഓർ യൂണിയൻ ഓർ കോർപ്പറേറ്റ് സൊസൈറ്റി, റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ടെറിട്ടറി ഓഫ് ഇന്ത്യ, റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി ഔട്ട് എനി ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ആർട്ടിക്കിൾ 19ന്റെ അടിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ 6 ഫണ്ടമെന്റൽ റൈറ്റുകളാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഈ 6 ഫണ്ടമെന്റൽ റൈറ്റുകൾ ഓർ ഈ 6 റൈറ്റുകൾ അബ്സല്യൂട്ട് ആണ്. ഈ 6 റൈറ്റുകൾ അബ്സല്യൂട്ട് ആണ് എന്നതാണോ? അല്ല. ഓരോ റൈറ്റിനും കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു പക്ഷെ സോവർണിറ്റി ആയിരിക്കാം, ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻ വിത്ത് ദ നൈബറിംഗ് കൺട്രീസ് ആയിരിക്കാം, പബ്ലിക് മൊറാലിറ്റി ആയിരിക്കാം, ഹെൽത്ത് ആയിരിക്കാം. ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ കണ്ടീഷൻസിന്, മൾട്ടിപ്പിൾ റെസ്ട്രിക്ഷന്, ഓരോ കണ്ടീഷൻസിനെയും ഓരോ റൈറ്റുകൾക്കും കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എൻഷുർ ചെയ്യുന്നുണ്ട്. ഓരോ റൈറ്റിനും നിങ്ങൾക്കുള്ളത് പോലെ തന്നെ ആ റൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ആ റൈറ്റിന്റെ എക്സ്റ്റെന്റ് കൺട്രോൾ ചെയ്യാൻ
കൃത്യമായിട്ടുള്ള ലിമിറ്റേഷൻസും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആർട്ടിക്കിൾ 20യുടെ അടിയിൽ വരുന്നത്? എഗെയിൻസ്റ്റ് ആർബിട്രറി ആൻഡ് എക്സസീവ് പണിഷ്മെന്റ് ഓഫ് ദ അക്യൂസ്ഡ് പേഴ്സൺ. അക്യൂസ്ഡ് പേഴ്സന്റെ റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 20. എന്താണ് ആർട്ടിക്കിൾ 20യുടെ അടിയിൽ പറയുന്ന 3 കാര്യങ്ങൾ? നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ, സെക്കൻഡ് വൺ നോ ഡബിൾ ജിയോപാർഡി, തേർഡ് വൺ നോ സെൽഫ് ഡിസ്ക്രിമിനേഷൻ. എന്താണിത്? നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ. നിങ്ങൾ ഇന്നൊരു ക്രൈം ചെയ്ത് ഇന്ന് നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണോ അറ്റ് പ്രസന്റ്ലി ഉള്ള നിയമം അതിനനുസരിച്ച് മാത്രമേ നിങ്ങളെ ശിക്ഷിക്കാനായിട്ട് പറ്റൂ. No person shall be convicted of any offense except for the violation at the time of the commission of that. ഞാൻ ഇപ്പോൾ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യാണ്, ആ ആക്ട് ക്രൈം ഇപ്പോൾ ആണെങ്കിൽ മാത്രമേ എനിക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഇപ്പോൾ ആ ക്രൈമിന് എന്താണോ പണിഷ്മെന്റ് ഉള്ളത് അത് മാത്രമേ, മാക്സിമം പണിഷ്മെന്റ് എന്താണോ അതുവരെ മാത്രമേ എനിക്ക് തരാനായിട്ട് പറ്റുള്ളൂ. ഉദാഹരണത്തിന് സപ്പോസ് പോക്കറ്റ് അടിക്കുന്നത് ഇന്ന് ക്രൈമാണ്, അതിന് മാക്സിമം 20,000 രൂപയാണ് പണിഷ്മെന്റ് എന്ന് വിചാരിക്കാം ഫോർ സപ്പോസ്. നാളെ അത് 50,000 രൂപയാകാണ്. ഞാൻ ഇന്നൊരു ആക്ട് കമ്മിറ്റ് ചെയ്തു, എന്നെ ഇന്ന് അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്നാണ് എന്റെ കമ്മീഷൻ ഓഫ് ആക്ട്. ഇന്ന് ഞാൻ കമ്മിറ്റ് ചെയ്ത ആക്ടിന് എന്റെ മാക്സിമം പണിഷ്മെന്റ് 20,000 രൂപയാണ്. നാളെ ലോ ചേഞ്ച് ചെയ്തു എന്നതുകൊണ്ട് ഞാൻ എന്നാണോ ആക്ട് കമ്മിറ്റ് ചെയ്ത് അന്നത്തെ കണ്ടീഷൻ എന്താണോ, അന്ന് അതൊരു വയലേഷൻ ഓഫ് ക്രൈം ആണോ അല്ലെങ്കിൽ അതൊരു ആക്ട് ഓഫ് ക്രൈം ആണോ, അന്ന് ആ നിയമം അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ടോ, എന്താണോ അന്ന് അതിന്റെ മാക്സിമം പണിഷ്മെന്റ്, അത് മാത്രമേ എനിക്ക് തരാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ സെക്കൻഡ് വൺ നോ ഡബിൾ ജിയോപാർഡി. ഒരു വ്യക്തിയെ ഒരു ക്രൈമിന് ഒരൊറ്റ പ്രാവശ്യമേ പ്രോസിക്യൂട്ട് ചെയ്യാനും പണിഷ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഞാൻ ഇന്ന് പോക്കറ്റ് അടിച്ചു, എന്നെ അറസ്റ്റ് ചെയ്തു, കോടതി ട്രയൽ നടത്തി, എന്നെ പണിഷ് ചെയ്തു. എഗെയിൻ ആ സെയിം ക്രൈമിന് എന്നെ വീണ്ടും ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഞാൻ ഇന്ന് വീണ്ടും പോക്കറ്റ് അടിച്ചു അല്ലെങ്കിൽ ഇന്ന് പോക്കറ്റ് അടിച്ചതിന് 2 പ്രാവശ്യം എന്നെ പണിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. നോ പേഴ്സൺ ഷാൽ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഒറ്റ പ്രാവശ്യം മാത്രമേ ഒരു വ്യക്തിയെ ഒരു ചെയ്ത ക്രൈമിന് പണിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. തേർഡ് വൺ ഈസ് നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അതായത് ഞാനൊരു ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ക്രൈം ആണെന്നുണ്ടെങ്കിൽ no person accused of any offense shall be compelled to be witness against himself. എനിക്കെതിരെ തന്നെ മൊഴി കൊടുക്കാനായിട്ട് എന്നെ കമ്പൽ ചെയ്യാനായിട്ട് പാടില്ല. അതാ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ് കേസ് തെളിയിക്കുക എന്നുള്ളത്. എനിക്കെതിരെ എന്നെ കൊണ്ട് തന്നെ സാക്ഷി പറയിപ്പിക്കാനായിട്ട് പറ്റില്ല. No person accused of any offense shall be compelled to be a witness against himself. ഇതാണ് ആർട്ടിക്കിൾ 20യുടെ അടിയിലെ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന 3 റൈറ്റുകൾ. ഇനി ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ UPSC ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ആണ്. എങ്ങനെയാണ് സുപ്രീം കോർട്ടും നമ്മുടെ ഡിഫറെന്റ് ഹൈക്കോർട്ടുകളും ഈ ആർട്ടിക്കിൾ 21 ഡിഫൈൻ ചെയ്യുന്നത്, അതിന്റെ വേരിയസ് എക്സ്റ്റെന്റുകൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 21 ഡിക്ലെയർസ് ദാറ്റ് നോ പേഴ്സൺ ഷാൽ ബി deprived of his or her life or personal liberty except according to the procedure established by law. ഇനി സുപ്രീം കോർട്ട് മൾട്ടിപ്പിൾ കേസസിലൂടെ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് റൈറ്റ് ടു ട്രാവൽ അബ്രോഡ്, റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്, റൈറ്റ് ടു സ്പീഡി ട്രയൽ, റൈറ്റ് ടു ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, റൈറ്റ് അഗൈൻസ്റ്റ് കസ്റ്റോഡിയൽ ഹരാസ്മെന്റ്, റൈറ്റ് ടു ഡീസന്റ് എൻവയോൺമെന്റ്, റൈറ്റ് ടു ലൈവ്ലിഹുഡ്, റൈറ്റ് ടു മാരേജ്. നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ഇതെല്ലാം ആർട്ടിക്കിൾ 21ന്റെ അടിയിലാണ്. എനിക്ക് കൃത്യമായിട്ട് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ വേരിയസ് വെർട്ടിക്കൽസ് ആണ് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ കേസസിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ് കേരള ഹൈക്കോർട്ട് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ ഒരു പുതിയ വെർട്ടിക്കൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. റൈറ്റ് ടു ഇന്റർനെറ്റ്, റൈറ്റ് ടു ഇന്റർനെറ്റ് ആർട്ടിക്കിൾ 21ന്റെ അടിയിലാണെന്നുള്ള ഒരു എക്സ്റ്റൻഷൻ ആണെന്നാണ് നമ്മുടെ കേരള ഹൈക്കോർട്ട് പറയുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് ഇന്ന് അന്തസ്സുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ടു ലൈഫിന്റെ ഒരു പുതിയ വെർട്ടിക്കലാണ് എന്ത്, റൈറ്റ് ടു ഇന്റർനെറ്റ്. കേരള ഹൈക്കോർട്ടിന്റെ ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു. ഇനി വേറെ എന്തെല്ലാമാണ്? റൈറ്റ് ടു എമർജൻസി മെഡിക്കൽ എയ്ഡ്, റൈറ്റ് ടു ഷെൽട്ടർ, റൈറ്റ് ടു പ്രൈവസി, പുട്ടുസ്വാമി കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ റൈറ്റ് ടു ലൈഫിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ടു ലൈഫിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി, ഇതും റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ ഒരു വെർട്ടിക്കലാണ്. ഇനി ആർട്ടിക്കിൾ 21A എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 21A
ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രം 6 to 14 എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എലമെന്ററി എഡ്യൂക്കേഷൻ കൊടുക്കുക. 86th അമെൻമെന്റ് വഴിയാണ് ഈ പ്രൊവിഷൻ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. ഇനി ആർട്ടിക്കിൾ 22 എന്താ പറയുന്നത്? അറസ്റ്റ് ചെയ്യപ്പെട്ട പേഴ്സൺ അല്ലെങ്കിൽ ഡീറ്റെയിൻഡ് ആയിട്ടുള്ള ആളുകളുടെ റൈറ്റുകൾ എന്തൊക്കെയാണ് എന്നതാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. എന്തെല്ലാമാണ്? രണ്ട് തരത്തിലാണ് അറസ്റ്റ് ചെയ്യുക. ഒന്ന് പ്രിവെന്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ പ്യൂണിറ്റീവ് ആയിരിക്കാം. എന്താണ് പ്യൂണിറ്റീവ്? ഒരു വ്യക്തി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു, അതിന് അദ്ദേഹത്തിനെ പണിഷ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയാം. എന്നാൽ ഒരു വ്യക്തി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ അത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആയിട്ട് മാറും. എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തികൾക്ക്? അദ്ദേഹത്തിന് ലോയറിനെ കോൺടാക്ട് ചെയ്യാം, അദ്ദേഹം എന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാനായിട്ടുള്ള അവകാശമുണ്ട്, അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ റൈറ്റുകൾ ആർട്ടിക്കിൾ 22ന്റെ അടിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡീറ്റെയിൻഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 23 ഉം 24 എന്താണ്? എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, prohibits traffic in human beings, beggar and other similar forms of forced labor. ആർട്ടിക്കിൾ 24 എന്താണ് പറയുന്നത്? ചിൽഡ്രൻ ലെസ് ദാൻ ദ ഏജ് ഓഫ് 14 ഏതെങ്കിലും ഫാക്ടറീസിലോ മൈൻസിലോ ബാക്കി ഹസാർഡസ് ആക്ടിവിറ്റീസിലോ അവരെ കൊണ്ടുപോകാനായിട്ട് പാടില്ല. ഇതാണ് എന്ത്? 23 ഉം 24. ആർട്ടിക്കിൾ 25 എന്താണ് പറയുന്നത്? ഫ്രീഡം ഓഫ് കൺസൈൻസസ്, റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. നിങ്ങൾക്ക് നിങ്ങളുടെ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അത് പ്രൊഫസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഒരു വ്യക്തി മറ്റൊരു റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള അവകാശവും ഇന്ത്യയിലുണ്ട്. പക്ഷെ ആ കൺവേർഷൻ ഒരു ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആണെങ്കിൽ അത് ഈ ഫണ്ടമെന്റൽ റൈറ്റിന്റെ അടിയിൽ വരുന്നതല്ല. ഓൺലി ഫ്രീ ആൻഡ് വിൽഫുൾ ആയിട്ടുള്ള കൺവേർഷൻസ് മാത്രമേ ആർട്ടിക്കിൾ 25ന്റെ അടിയിലുള്ളൂ. അതല്ലാത്ത കൺവേർഷൻസ് ഒന്നും, വിൽഫുൾ അല്ലാത്ത ഫോഴ്സ് ചെയ്തിട്ടുള്ള കൺവേർഷൻസ് ഒന്നും ആർട്ടിക്കിൾ 25ന്റെ അടിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതല്ല. എന്താണ് ആർട്ടിക്കിൾ 26 പറയുന്നത്? എല്ലാ റിലീജിയസ് ഡൊമിനേഷൻസിനും കുറച്ച് റൈറ്റുകളാണ് ആർട്ടിക്കിൾ 26 കൊടുത്തത്. അവരുടെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചാരിറ്റബിൾ പർപ്പസിന് മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ അഫയേഴ്സ്, റിലീജിയസ് അഫയേഴ്സിന് അവർക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള അധികാരം, മൂവബിളും ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അവർക്ക് അക്വയർ ചെയ്യാം, അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ലോ അക്കോർഡൻസ് ഓഫ് ദ ലോയിലൂടെ അവർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ടുള്ള റൈറ്റ്. ഇത്തരത്തിലുള്ള 4 റൈറ്റുകളാണ് ആർട്ടിക്കിൾ 26ന്റെ അടിയിൽ എല്ലാ റിലീജിയസ് ഡൊമിനേഷൻസിനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 26നോ? ആർട്ടിക്കിൾ 26 പറയുന്നത് ഒരു വ്യക്തി ഒരു റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ പ്രൊമോഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസ് നടത്തുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ടാക്സ് കൊടുക്കാനായിട്ട് പാടില്ല. No person shall be compelled to pay any tax for the promotion, maintenance of any particular religion or religious denominations. ഇത്തരത്തില് ഒരു സ്പെഷ്യൽ ടാക്സ് അദ്ദേഹം ഒരു റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടോ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടോ കൊടുക്കാനായിട്ട് പാടില്ല. ആർട്ടിക്കിൾ 28 റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നോ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഷാൽ ബി പ്രൊവൈഡ് ഇൻ എനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോളി മെയിൻറ്റെയിൻ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഫണ്ട്. സ്റ്റേറ്റിന്റെ ഫണ്ടിൽ നിന്ന് ഡയറക്ട്ലി നടത്തുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു റിലീജിയന്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. സ്റ്റേറ്റ് ആണ് ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ ഫണ്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ ഫണ്ട് സ്വീകരിക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് യാതൊരു തരത്തിലുള്ള റിലീജിയസ് ഇൻസ്ട്രക്ഷൻസും ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. 29 and 30 എന്താണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആണ്. എന്താണ്? ഒരു സിറ്റിസൺസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺസ് അവർക്ക് ഒരു ഡിസ്റ്റിങ്ക്ട് ലാംഗ്വേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കാം, കൾച്ചർ ആയിരിക്കും, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് കൺസർവ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സിറ്റിസൺ no citizen shall be denied admission into any education institution maintained by state or receiving aid out of the state fund on the ground of religion, race, caste or language. ഒരു വ്യക്തിയെ ഈ പറയുന്ന കണ്ടീഷൻസിന്റെ ഏതെങ്കിലും അടിയിൽ അദ്ദേഹത്തിന് സ്റ്റേറ്റ് ഹോളി ഫണ്ട് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അടിയിൽ അഡ്മിഷൻ കൊടുക്കാതിരിക്കരുത്. അതോടൊപ്പം തന്നെ ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിന്റെ കൾച്ചറോ ലാംഗ്വേജോ സ്ക്രിപ്റ്റോ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള അവകാശവും ആർട്ടിക്കിൾ 29ന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 29ന്റെ അടിയിൽ പറയുന്ന മൈനോറിറ്റി എന്ന് പറയുന്നത് ബോത്ത് റിലീജിയസ് മൈനോറിറ്റി ആസ് വെൽ ആസ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. ഇനി സുപ്രീം കോടതി ലേറ്റർ കേസുകളിൽ
പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെസസറിലി മൈനോറിറ്റീസിന് മാത്രം കൺഫർ ചെയ്തിരിക്കുന്നതല്ല. വേണമെങ്കിൽ മെജോറിറ്റി അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് സിറ്റിസൺ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും മൈനോറിറ്റി ആസ് വെൽ ആസ് മെജോറിറ്റി അവരുടെ കൾച്ചർ ആയാലും അവരുടെ ലാംഗ്വേജ് ആയാലും അവരുടെ സ്ക്രിപ്റ്റ് ആയാലും കൺസർവ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ആർട്ടിക്കിൾ 29ന്റെ അടിയിലുണ്ട്. എന്താണ് ആർട്ടിക്കിൾ 32ന്റെ അടിയിലുള്ള റൈറ്റ്? നമ്മളുടെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റുകളെ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് എൻഫോഴ്സ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? ആർട്ടിക്കിൾ 32ന്റെ അടിയിൽ നമുക്ക് സുപ്രീം കോർട്ടിലേക്ക് ഡയറക്ട്ലി പോകാനായിട്ട് പറ്റും. അപ്പൊ സുപ്രീം കോർട്ട് റിട്ടുകൾ ഇഷ്യൂ ചെയ്യും. റിട്ട് ആർ ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് സോ ദാറ്റ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി എൻഫോഴ്സ്ഡ്. എന്തെല്ലാമാണ് 5 റിട്ടുകൾ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെഷറി ആൻഡ് ക്വോ വാറണ്ടോ. നമുക്ക് അത് എന്തെല്ലാമാണെന്ന് നോക്കാം. എന്താണ് ഹേബിയസ് കോർപ്പസ്? ബ്രിങ് ദ ബോഡി. ഏതെങ്കിലും രീതിയിൽ ഒരു വ്യക്തിയെ ഇല്ലീഗലി ഡീറ്റെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറികടക്കാനായിട്ട് യൂസ് ചെയ്യുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ദാറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് എഗെയിൻസ്റ്റ് പബ്ലിക് ഒഫീഷ്യൽ ആസ് വെൽ ആസ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലോ ഒരു പബ്ലിക് പേഴ്സണോ ഒരു വ്യക്തിയെ അന്യായമായിട്ട് തടവിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32ന്റെ അടിയിൽ ഹേബിയസ് കോർപ്പസ് റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. എന്താണ് അടുത്ത റിട്ട്? മാൻഡമസ്. വി കമാൻഡ്. സുപ്രീം കോടതി ഒരു പബ്ലിക് ഒഫീഷ്യലിന് കൊടുക്കുന്നതാണ്. അദ്ദേഹം ഒരു ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയോ ചെയ്യാൻ റെഫ്യൂസ് ചെയ്യോ നെഗ്ലക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ബോഡീസിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് ഒഫീഷ്യൽസിലേക്ക്, കോർപ്പറേഷൻസിൽ, ഇൻഫീരിയർ കോടതികളിലേക്ക് പോലും സുപ്രീം കോടതി ഇഷ്യൂ ചെയ്യുന്നതാണ് മാൻഡമസ്. പക്ഷേ ഇതൊരു ഡിപ്പാർട്ട്മെന്റ് ഇൻസ്ട്രക്ഷൻ നടത്താനായിട്ടോ സ്റ്റാറ്റ്യൂട്ടറി ഫോഴ്സ് ഇല്ലാത്ത ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻ നടപ്പാക്കാനായിട്ടോ ഡിസ്ക്രിഷണറി ആയിട്ടുള്ള ഒരു കാര്യം നടപ്പാക്കാനായിട്ടോ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ പ്രസിഡന്റിനെതിരെയോ ചീഫ് ജസ്റ്റിസിനെതിരെയോ ഇത്തരത്തിലുള്ള റിട്ടുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. മാൻഡമസ് റിട്ട് cannot be issued against a high ranking official such as a president or a chief justice. അപ്പൊ എന്താണ് അടുത്ത റിട്ട്? പ്രൊഹിബിഷൻ. ടു ഫോർബിഡ്. ഹയർ കോർട്ട് ലോവർ കോർട്ടിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന റിട്ടുകളാണ് പ്രൊഹിബിഷൻ റിട്ട്. എന്തിനാണ്? ഏതെങ്കിലും രീതിയിൽ ലോവർ കോർട്ട് അതിന്റെ പവർ എക്സീഡ് ചെയ്തോ അല്ലെങ്കിൽ അതിന്റെ ജൂറിസ്ഡിക്ഷൻ എക്സീഡ് ചെയ്ത് ഇല്ലാത്ത അതോറിറ്റിയിലാണ് അത് ആക്ട് ചെയ്യുന്നതെങ്കിൽ ടു ഫോർബിഡ്, നിർത്തുക, ടു ഫോർബിഡ്, ഇതിനു വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. എന്താണ് മാൻഡമസ് ആയിട്ടുള്ള സിമിലാരിറ്റി? അല്ലെങ്കിൽ അൺലൈക്ക് മാൻഡമസ് എന്താണ്? പ്രൊഹിബിഷൻ ഫർദർ ആക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാണ് ഓൺലി ടു ജുഡീഷ്യൽ ആൻഡ് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആൻഡ് നോട്ട് ടു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. എന്താണ് അടുത്ത റിട്ട്? സെർഷ്വറി. ആ പേര് പറയുന്ന പോലെ ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോം. ഹയർ കോർട്ടുകൾ ലോവർ കോർട്ടിന്റെ ഏതെങ്കിലും ഒരു ഓർഡറിനെ ക്വാഷ് ചെയ്യാനായിട്ട്, അതിനെ തള്ളിക്കളയാനായിട്ട് യൂസ് ചെയ്യുന്ന റിട്ടിനെയാണ് നമ്മൾ സെർഷ്വറി എന്ന് പറയുന്നത്. അടുത്ത റിട്ട് ക്വോ വാറണ്ടോ. ഏതെങ്കിലും ഒരു പബ്ലിക് ഓഫീസ് അല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ ഓഫീസ് ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത വ്യക്തി ആ പോസ്റ്റ് കയ്യേറി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത വ്യക്തിയാണ് ആ പോസ്റ്റിൽ ഇരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോടതി ആ വ്യക്തിക്കെതിരെ ഇഷ്യൂ ചെയ്യുന്ന റിട്ടാണ് ക്വോ വാറണ്ടോ. ബൈ വാട്ട് അതോറിറ്റി? താങ്കൾക്ക് ആ പോസ്റ്റിൽ ഇരിക്കാനായിട്ടുള്ള അതോറിറ്റി എന്താണ്? താങ്കൾ ആ പോസ്റ്റിൽ പബ്ലിക് ഒഫീഷ്യലിൽ ഇരിക്കേണ്ട അല്ലെങ്കിൽ പബ്ലിക് ഓഫീസ് ആയിട്ടുള്ള ആ പോസ്റ്റിൽ ഇരിക്കാനായിട്ടുള്ള അതോറിറ്റി താങ്കൾക്കില്ല. ഇത് ചോദിക്കുന്ന റിട്ടുകളെയാണ് നമ്മൾ ക്വോ വാറണ്ടോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. Which one of the following are envisaged by the right against exploitation in the Constitution of India? ഇവിടെ സെക്കൻഡ് വൺ നോക്കിയേ. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷന്റെ അടിയിലാണോ? അല്ല. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എവിടെയാണ് വരിക? ആർട്ടിക്കിൾ 17ന്റെ അടിയിലാണ് വരിക. അപ്പോ അതെന്താണ്? ആ സെക്കൻഡ് ഓപ്ഷൻ വെട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടില്ലേ? 1 and 4. എന്തെല്ലാമാണ് പറയുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ് ലേബർ. അതോടൊപ്പം തന്നെ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് മൈൻസ്. ഇതല്ലേ അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പറയുന്നത്? ആർട്ടിക്കിൾ 17 എവിടെ വരുന്നത്? ഈക്വാലിറ്റിയുടെ അടിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ടു പ്രൈവസി. എവിടെയാണ് ഞാൻ പറഞ്ഞത്? ആർട്ടിക്കിൾ 21ന്റെ എക്സ്റ്റൻഷൻ ആണ് റൈറ്റ് ടു പ്രൈവസി. Third option, Article 21 as the freedoms guaranteed in the Part 3 of the Constitution. ഇനി again right to marry one's persons of choice. എങ്ങനെയാണ്? ആർട്ടിക്കിൾ 21ന്റെ എക്സ്പെൻഷൻ, ആർട്ടിക്കിൾ 21ന്റെ എക്സ്റ്റൻഷൻ ആണ് എന്ത്? റൈറ്റ് ഓഫ് മാരേജ്. ആരെയാണോ ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ മാരി ചെയ്യാനുള്ള റൈറ്റ് ആർട്ടിക്കിൾ 21ന്റെ അടിയിലാണ്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ്
ഇൻകോർപ്പറേറ്റഡ് against untouchability as a form of discrimination. ഏത് കാറ്റഗറിയുടെ അകത്താണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി വരുന്നത്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണോ, റൈറ്റ് ടു ഫ്രീഡം ആണോ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണോ, റൈറ്റ് ടു ഈക്വാലിറ്റി ആണോ? ആർട്ടിക്കിൾ 17 ആണല്ലേ റൈറ്റ് ടു ഈക്വാലിറ്റിയുടെ അടിയിലാണ് എന്ത് നമ്മൾ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17 കിടക്കുന്നത്. ഇനി റൈറ്റ് ടു പ്രൈവസി അഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. റൈറ്റ് ടു പ്രൈവസി ആർട്ടിക്കിൾ 21 അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയയിൽ നിന്ന് UPSC ചോദിച്ചിരിക്കുന്നത്. അപ്പോ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് മനസ്സിലാക്കുക. ഓരോ കാറ്റഗറിയുടെ അകത്തും ഏതാണ് വരുന്നത്, അതോടൊപ്പം തന്നെ അതിൽ സുപ്രീം കോടതി നടത്തുന്ന അല്ലെങ്കിൽ ഹൈക്കോടതികൾ നടത്തുന്ന റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഏതാണ്, ഏതെങ്കിലും ഒരു പുതിയൊരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഡെഫിനിഷൻ ഓർ പുതിയൊരു എക്സ്പാൻഷൻ ആ ഫണ്ടമെന്റൽ റൈറ്റിന് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ ക്ലാസ്. താങ്ക് യു.